കൊടും ചൂടും ഹ്യൂമിഡിറ്റിയും കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ബഹ്റിൻ മുഴുവനും. ബഹ്റിൻ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാം തന്നെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇന്ന് ഈ ഓഗസ്റ്റ് 5-ാം തീയതി ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ് ഈ ആഴ്ച മുഴുവനും ഇതേ കാലാവസ്ഥ തന്നെ തുടരുമെന്നാണ്. പകൽ സമയത്ത് 45 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. നമുക്ക് ഈ കനത്ത ഹ്യൂമിഡിറ്റി കൂടി അതിൻ്റെ കൂടെ വരുന്നത് കൊണ്ട് 45 അല്ല 50 ഡിഗ്രി സെൽഷ്യസോ അതിന് മുകളിലോ ഒക്കെ താപനില ഉള്ളതായി അനുഭവപ്പെട്ടേക്കുമെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് രാവിലെ 11 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുകൂടി അവർ ഓർമ്മപ്പെടുത്തുകയാണ്. അത്യാവശ്യമല്ലാത്ത ഘട്ടങ്ങളിൽ ഈ പറഞ്ഞ ഈ ചൂട് ഏറ്റവും കൂടുന്ന പീക്ക് സമയത്ത് ഒരു കാരണവശാലും പുറത്തിറങ്ങാതിരിക്കുക. കിങ് ഫഹദ് കോസ്വേയിൽ ഉണ്ടായ ഒരു വാഹനാപകടം വലിയൊരു ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് ബഹ്റിനിൽ താമസിക്കുന്ന എല്ലാവരിലും. ഇതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു. കിങ് ഫഹദ് കോസ്വേയുടെ മുകളിൽ നിന്ന് ഒരു കാറ് താഴേക്ക് പതിക്കുകയായിരുന്നു. സംഭവത്തിൽ 35 വയസ്സുള്ള ഒരു ഏഷ്യൻ പൗരന് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപകട കാരണം വ്യക്തമല്ല, അന്വേഷണം നടന്നുവരുന്നു. ഈ കഴിഞ്ഞയാഴ്ച, അതായത് ജൂലൈ അവസാന വാരം, ബഹ്റിനിൽ തൊഴിൽ താമസ നിയമ ലംഘകരായ 106 പേരെയാണ് നാട് കടത്തിയത്. ഇങ്ങനെ ഡീപ്പോർട്ടേഷൻ ചെയ്യുന്ന ആളുകളുടെ കണക്കുകൾ എല്ലാ ആഴ്ചയും എന്നപോലെ നമ്മളിങ്ങനെ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഒരു ജോലി തേടി അല്ലെങ്കിൽ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താനായി പല നാടുകളിൽ നിന്ന് ഇവിടെ വന്ന നിരവധി ആളുകളുണ്ട്. അവരിൽ പലരും അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ അവരുടെ തൊഴിൽ താമസ രേഖകൾ പുതുക്കാൻ സാധിക്കാതെ ഇവിടെ തുടരുന്നുമുണ്ട്. അനധികൃതമായി ഇങ്ങനെ തങ്ങുന്ന ആളുകൾക്കെതിരെ കർശനമായ നിയമ നടപടികളാണ് കഴിഞ്ഞ കുറേ നാളുകളായി ബഹ്റിൻ എടുത്തു വരുന്നത്. അത് രാജ്യത്തിൻ്റെ സുരക്ഷയും സമാധാനാന്തരീക്ഷവും ഒക്കെ കണക്കിലെടുത്ത് നടത്തുന്ന ഒരു പ്രവൃത്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സാധിക്കുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തൊഴിൽ താമസ രേഖകൾ ശരിയാക്കുന്ന കാര്യത്തിൽ ഒരു ഉത്സാഹം കാണിക്കാൻ വേണ്ടി ഈ ഒരു കണക്കുകൾ ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം 10,000-ലധികം ആളുകളെയാണ് അനധികൃതമായി ഇവിടെ താമസിച്ചതിന് നാട് കടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം അന്വേഷണങ്ങളും പരിശോധനകളും LMRAയുടെയും NPRAയുടെയും സഹകരണത്തോടുകൂടി രാജ്യത്തുടനീളം ഇപ്പോഴും തുടരുകയാണ്. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള നടപടികളിൽ ചില ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് ബഹ്റിൻ ഇപ്പോൾ. പലരും അത് അറിഞ്ഞിട്ടുണ്ടാവും. മറ്റൊന്നുമല്ല, ഗുരുതരമായ അപകടങ്ങൾ പ്രതിദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ അതോറിറ്റീസ് കടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ അല്ലെങ്കിൽ മാരകമായ വാഹനാപകടങ്ങൾ ഉണ്ടാക്കുക, അശ്രദ്ധമായി വാഹനം ഓടിക്കുക, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള വാഹനങ്ങൾ കണ്ടുകിട്ടും. പിന്നെ റെഡ് സിഗ്നൽ കട്ട് ചെയ്യുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രൈവ് ചെയ്ത് പോവുക, ഈ പറഞ്ഞ നിയമലംഘനങ്ങളൊക്കെ നടത്തുകയാണെങ്കിലുള്ള ഫൈൻ അത് ഇനിയും വർദ്ധിപ്പിക്കും. ട്രാഫിക് നിയമങ്ങളിലെ ഈ ഒരു ഭേദഗതി അച്ചടക്കപൂർണമായൊരു ഗതാഗത സംവിധാനവും സമാധാനപരമായൊരു റോഡ് യാത്രയും ഒക്കെ ആളുകൾക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുക. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് 2025 ഓഗസ്റ്റ് 5-ാം തീയതി ചൊവ്വാഴ്ച.